ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2013 ഇറങ്ങിയ ട്രാപ്പ് ഫോർ എ സിൻഡ്രല്ല എന്ന മൂവിയാണ്. ഈ സിനിമ തുടങ്ങുന്നത് രാത്രിയിൽ ഒരു നിശബ്ദമായ വീട്ടിൽ നിന്നാണ്. പെട്ടെന്ന് ആ വീടാകെ തീ പിടിച്ച് കത്തിയെരിയുന്നു. പിന്നെ സീൻ മാറി ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ ഒരു സ്ത്രീക്ക് വലിയ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് കാണാം. ഓപ്പറേഷൻ കഴിഞ്ഞവൾ ഉണരുമ്പോൾ ആരോ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ മനസ്സിലേക്കൊരു മിന്നൽ പോലെ വരുന്നു. ഡോക്ടർ അവളോട് പറയുന്നു, നിന്റെ പേര് മിക്കി എന്നാണ്. എന്ത് സംഭവിച്ചുവെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മിക്കിക്കൊരു ഈട് കത്തുന്നത് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. അവൾ കരഞ്ഞുപോകുന്നു. കുറച്ചു കഴിഞ്ഞ് മിക്കി റിക്കവർ ആയ ശേഷം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മുഖവും താടിയെല്ലും ആകെ തകർന്നിരുന്നു. വലിയ സർജറി ചെയ്യേണ്ടി വന്നു. പാസ്റ്റ് അന്നും ഓർമ്മയില്ല എന്ന് മിക്കി പറയുമ്പോൾ ഡോക്ടർ അവൾക്ക് അവളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊടുക്കുന്നു. അവൾക്കിപ്പോൾ 20 വയസ്സാണെന്നും ലണ്ടനിലാണ് ജീവിക്കുന്നതെന്നും പറയുന്നു. 9 വയസ്സുള്ളപ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ അച്ഛനും അമ്മയും മരിച്ചു. മിക്കി മാത്രം രക്ഷപ്പെട്ടു. അതിനുശേഷം ആൻഡ് എലിനോർ എന്ന ധനിക അവളെ വളർത്തി. സൗത്ത് ഫ്രാൻസിൽ ഹോളിഡേയ്സ് ചെലവഴിക്കുന്ന ഒരു കംഫർട്ടബിൾ ജീവിതം. മിക്കി ഉടനെ ചോദിക്കുന്നു, എലിനോർ ആന്റി എവിടെ? ഡോക്ടർ പറയുന്നു, ആ ഫയർ ഇൻസിഡന്റിന് മുമ്പേ എലിനോർ മരിച്ചുപോയി. പിന്നെ ഡോക്ടർ ഒരു ഫോട്ടോ കാണിക്കുന്നു. ജൂലിയ, എലിനോറിന്റെ PA. ചെറുപ്പം മുതലേ മിക്കിയെ അറിയാം. പക്ഷെ മിക്കിക്ക് ആ മുഖം ഒട്ടും റെക്കഗ്നൈസ് ആവുന്നില്ല. കുറച്ചുനേരം കഴിഞ്ഞ് ആ ജൂലിയ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് മിക്കിയെ ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എലിനോറിന്റെ ഒരു വലിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ആ രാത്രി മിക്കിക്ക് ആ ഫയറിനെക്കുറിച്ചൊരു നൈറ്റ്മെയർ വരുന്നു. അവൾ ഞെട്ടിയെഴുന്നേൽക്കുന്നു. ഉടനെ ഫോൺ റിംഗ് ആകുന്നു. ജെയ്ക്ക് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ മിക്കിയെ കാണാൻ വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷെ ജൂലിയ മറ്റൊരു റൂമിൽ നിന്ന് ആ കോൾ എടുത്ത് മിക്കി ഇനിയും റെഡിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. പിറ്റേന്ന് രാവിലെ മിക്കിക്കൊരു കത്ത് വരുന്നു. അതിൽ അവളുടെ പഴയ കൂട്ടുകാരുടെ ഫോട്ടോസുണ്ട്. ആ ഫോട്ടോസ് നോക്കുമ്പോൾ ഒരു ആൺകുട്ടിയെ കാണുന്നു. ജൂലിയ പറഞ്ഞു കൊടുക്കുന്നു, അത് ജേക്ക്, നിന്റെ ബോയ്ഫ്രണ്ടാണ്. പിന്നെ മിക്കി ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നു. ഒരു പെൺകുട്ടി മിക്കവാറും എല്ലാ ഫോട്ടോയിലും ഉണ്ട്. ജൂലിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് ഡൊമിനിക്ക, നിന്റെ ഫ്രണ്ട്. എല്ലാരും അവളെ ഡോ എന്ന് വിളിക്കും. എലിനോറിന്റെ ഹൗസ് കീപ്പറിന്റെ മകളാണ്. മിക്കി ഉടനെ അവളെ ഒന്ന് കാണണം എന്ന് പറയുന്നു. പക്ഷെ ജൂലിയ അത് നല്ല ഐഡിയ അല്ല എന്ന് പറയുന്നു. ജൂലിയ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയുന്നു. മിക്കിക്ക് 21 വയസ്സാകുമ്പോൾ എലിനോറിന്റെ സകല സ്വത്തും അവൾക്ക് കിട്ടും. ആ കത്തിൽ ഒരു സൊളിസിറ്ററിന്റെ അഡ്രസ് കൂടി ഉണ്ടായിരുന്നു. മിക്കിയുടെ തലയിൽ ഒരു പ്ലാൻ വരുന്നു. ജൂലിയയോടൊപ്പം പുറത്തു പോകുമ്പോൾ ഒരു നിമിഷം നോക്കി ജൂലിയയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു ടാക്സിയിൽ കയറിപ്പോകുന്നു. ആ അഡ്രസ്സിലെത്തുമ്പോൾ ജെയിംസ് ചാൻസ് എന്നൊരാളെ കാണുന്നു, എലിനോറിന്റെ ലോയർ. മിക്കി പറയുന്നു, ഈ അഡ്രസ്സിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു. ജെയിംസ് പറയുന്നു, അത് ജേക്ക് അയച്ചതാവും, അവൻ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരിൽ ജേക്കിനെ കാണുന്നു. ഫോട്ടോസിൽ കണ്ട ആൾ തന്നെയെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. രണ്ടുപേരും ഒന്ന് ഓക്വേർഡായി സംസാരിക്കുന്നു. പിന്നെ ജേക്ക് അവളെ തന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ജേക്കിന്റെ വീട്ടിലെത്തിയ ശേഷം അവൻ മിക്കിക്ക് അവളുടെ പഴയ അപ്പാർട്ട്മെന്റിന്റെ താക്കോൽ കൊടുക്കുന്നു. അഡ്രസ്സും പറഞ്ഞുകൊടുക്കുന്നു. ജേക്ക് അവളുടെ പൊള്ളലേറ്റ കൈ നോക്കുന്നു. ആ സ്പർശനത്തിൽ മിക്കിയുടെ മനസ്സിൽ അവരുടെ പഴയ ഓർമ്മകൾ ഒന്നൊന്നായി തെളിഞ്ഞുവരുന്നു. അവർ രണ്ടുപേരും കുറച്ചു സമയം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം മിക്കി ഡോയെക്കുറിച്ച് ചോദിക്കുന്നു. ജേക്ക് പറയുന്നു, ഡോ എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇടപെടുമായിരുന്നു. പിന്നെ ഷോക്കിംഗ് ന്യൂസ്, ഡോ ആ ഫയറിൽ മരിച്ചുപോയി. മിക്കി ആകെ സ്റ്റണ്ടാകുന്നു. ആ ഷോക്കിൽ മിക്കി വെള്ളം ചോദിക്കുന്നു. ജേക്ക് റൂമിൽ നിന്ന് പോകുമ്പോൾ മിക്കി എന്തോ ഒന്ന് വേഗം എടുക്കുന്നു. കുറച്ചു കഴിഞ്ഞ് മിക്കി ആ പഴയ അപ്പാർട്ട്മെന്റിലെത്തുന്നു. ജേക്ക് കൊടുത്ത താക്കോൽ ഉപയോഗിച്ച് അകത്ത് കടക്കുന്നു. അകത്ത് കയറിയപ്പോൾ ചുവരിൽ നിറയെ ഫോട്ടോസ്. അത് നോക്കിയപ്പോൾ മനസ്സിലായി താനൊരു മോഡലായിരുന്നുവെന്ന്. വീട്ടിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു സൂട്ട് കേസ് കാണുന്നു. അതിന്റെ ടാഗിൽ എഴുതിയിരിക്കുന്നു, ഡൊമിനിക്ക. മിക്കി അത് തുറക്കുന്നു. അതിനുള്ളിൽ എലിനോർ ഡോയിക്കയച്ച കുറേ കത്തുകൾ. ഇത് കണ്ട് മിക്കി ആകെ കൺഫ്യൂസ് ആകുന്നു. പിന്നെ ഡോയുടെ പേഴ്സണൽ ഡയറി കണ്ടെത്തുന്നു. അത് വായിക്കാൻ തുടങ്ങുന്നു. ഇവിടെ സീൻ മാറി ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഡോ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഒരു രാവിലെ ജനാലയിലൂടെ നോക്കുമ്പോൾ മിക്കി കടന്നുപോകുന്നത് കാണുന്നു. ഡോ ഓടി പുറത്തു ചെന്ന് അവളെ വിളിക്കുന്നു. ഞാൻ ഡൊമിനിക്ക, ഫ്രാൻസിൽ ഹോളിഡേയ്സിൽ ഒരുമിച്ചിരുന്നത് ഓർക്കുന്നില്ലേ? ഒരു നിമിഷം കഴിഞ്ഞ് മിക്കിക്കും ഓർമ്മ വരുന്നു. ഡോ റീസെന്റ്ലി ലണ്ടനിൽ വന്നതാണ് എന്ന് പറയുന്നു. മിക്കി സന്തോഷത്തോടെ നമ്പർ കൊടുത്ത് പിന്നെ കാണാം എന്നു പറഞ്ഞു പോകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ഡോ മിക്കിയുടെ ഫോട്ടോസ് നിറഞ്ഞ ഒരു മാഗസീൻ എടുക്കുന്നു. അത് നോക്കിയിരിക്കുന്നു. മിക്കിയോട് ഒരു സ്പെഷ്യൽ ഫാസിനേഷൻ ഉള്ളതുപോലെ തോന്നുന്നു. കുറച്ചു കഴിഞ്ഞ് ഡോ മിക്കിയെ വിളിക്കുന്നു. മിക്കി ഒരു അഡ്രസ് പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യുന്നു. ഡോ എക്സൈറ്റഡായി അവിടെ എത്തുന്നു. മിക്കി ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ മിക്കി കുടിച്ചു ആകെ ഡ്രങ്കായി ഒടുക്കം തളർന്നു വീഴുന്നു. ഡോ അവിടെ കെയർ ചെയ്ത് ആ രാത്രി അവിടെ തന്നെ നിൽക്കുന്നു. പിറ്റേന്ന് രാവിലെ മിക്കി നേരത്തെ എഴുന്നേറ്റ് വർക്കിനു പോകുന്നു. ഡോയ്ക്കൊരു കത്ത് വെച്ചിട്ട് പോകുന്നു, ഇന്ന് രാത്രി കൂടി മീറ്റ് ചെയ്യണമെന്ന്. ആ രാത്രി ഡോ ഒരു ഷേഡി ക്ലബ്ബിലെത്തുന്നു.
അവിടെ മിക്കിയും ജേക്കും ഒരുമിച്ച് ഡാൻസ് എൻജോയ് ചെയ്യുന്നത് കാണുന്നു. ആ ക്ലബ്ബില് 2 പെൺകുട്ടികളും സന്തോഷത്തോടെ ഗ്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ജേക്ക് മിക്കിയെ കിസ് ചെയ്യുമ്പോൾ ഡൂയ്ക്കുള്ളിൽ എന്തോ ഒരു വേദന തോന്നുന്നു. പിന്നെ രണ്ടുപേരും ഡൂയുടെ വീട്ടിലേക്ക് പോകുന്നു. കുട്ടിക്കാലത്തെ ഫോട്ടോസ് നോക്കി സന്തോഷത്തോടെ സംസാരിക്കുന്നു. മിക്കി ചോദിക്കുന്നു, പിന്നെ നിനക്കെന്തുപറ്റി? ഡൂ പറയുന്നു, ഞാനും അമ്മയും ദൂരെ മാറി താമസിച്ചു. അമ്മ അടുത്തില്ല മരിച്ചു. അതിനുശേഷം ലണ്ടനിൽ വന്നു. മിക്കി അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡൂ പറയുന്നു, അച്ഛൻ വളരെ മുമ്പേ സൂയിസൈഡ് ചെയ്തു. മിക്കി ഞെട്ടിപ്പോകുന്നു. ആ രാത്രി ഡൂ ഉറങ്ങുമ്പോൾ ഒരു നൈറ്റ്മെയർ വരുന്നു. കുട്ടിക്കാലത്ത് സ്വിമ്മിംഗ് പൂളിൽ ഡൂയ്ക്ക് നീന്തൽ അറിയില്ലായിരുന്നു. അവൾ മുങ്ങാൻ തുടങ്ങി. മിക്കിയോട് ഹെൽപ്പ് ചോദിച്ചു. അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തു. മിക്കി പേടിച്ച് ഡൂയെ വിട്ടുകളഞ്ഞു. ഡൂ വീണ്ടും മുങ്ങി. ഒടുക്കം ജൂലിയ വന്ന് രക്ഷിച്ചു. പിന്നെ പേടിച്ച് മിക്കി ഓടിപ്പോകുന്നു. ഡൂയും പിന്നാലെ ഓടുന്നു. രണ്ടുപേരും ഒരുമിച്ച് എന്തോ ഒരു ഷോക്കിംഗ് സംഭവം കാണുന്നു. ആ ഇൻസിഡന്റിന്റെ ഫലമായി ഡൂയുടെ അമ്മ മകളെ കൂട്ടി ദൂരെ മാറി. അങ്ങനെ ആ 2 കൂട്ടുകാരും വേർപിരിഞ്ഞു. ഡൂ നൈറ്റ്മെയറിൽ നിന്ന് ഉണരുമ്പോൾ മിക്കി അവളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട്. ഡൂ ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ മിക്കി വിടുന്നില്ല. നീ ഇവിടെ തന്നെ താമസിക്ക്, രണ്ടൊന്നും വേണ്ട എന്ന് പറയുന്നു. ഡൂ സന്തോഷിക്കുന്നു. മിക്കി ജോലിക്ക് പോയ ശേഷം ഡൂ ഒരു ഫോൺ റിംഗ് ആകുന്നത് കേൾക്കുന്നു. മിക്കി ഫോൺ മറന്നുവെച്ചിട്ട് പോയതാണ്. ഡൂ എടുക്കുന്നു. അപ്പുറത്ത് എലിനോർ. ഡൂവും മിക്കിയും വീണ്ടും ഒന്നിച്ചു എന്ന് കേട്ട് എലിനോർ ഞെട്ടിപ്പോകുന്നു. ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ മിക്കി ഡയറി വായിക്കുന്നതിനിടയിൽ അപ്പാർട്ട്മെന്റിൽ ആരോ കയറുന്ന സൗണ്ട് കേൾക്കുന്നു. ശ്രദ്ധയോടെ റൂമിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ജൂലിയ അവളെ നോക്കി ഡൂ എന്ന് വിളിക്കുന്നു. മിക്കി കൺഫ്യൂസ്ഡായി അതെന്താ എന്ന് ചോദിക്കുന്നു. ജൂലിയ എന്തോ ഒന്ന് എഷ്വർ ചെയ്യാൻ നോക്കുന്നു. ജൂലിയ ഡൂ എന്ന് വിളിച്ചപ്പോൾ മിക്കി ആകെ പാനിക്കാകുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഓടി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു വിചിത്രമായ സംഭവം നടക്കുന്നു. രജിസ്ട്രിയിൽ പേരെഴുതുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൊമിനിക്ക എന്ന് എഴുതിപ്പോകുന്നു. അവൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. റൂമിൽ കയറി വീണ്ടും ഡയറി വായിക്കുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്ക്. ഡൂവും മിക്കിയും ദിവസം ചെല്ലുന്തോടും കൂടുതൽ അടുക്കുന്നു. ഒരുമിച്ച് താമസിക്കുന്നു. പക്ഷെ ഡൂക്ക് മിക്കിയോട് ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് വരുന്നു. മിക്കി ജേക്കിനോടൊപ്പമുള്ളപ്പോഴൊക്കെ ഡൂ ജലസാകുന്നു. ഒരു ദിവസം ഡൂക്ക് എലിനോറിൽ നിന്നൊരു ലെറ്റർ വരുന്നു. അതിലൊരു ചെക്കുണ്ടായിരുന്നു. ഡൂ സന്തോഷത്തോടെ റിപ്ലൈ എഴുതുന്നു. അങ്ങനെ അവർ തമ്മിൽ റെഗുലറായി ലെറ്റേഴ്സ് അയക്കാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഡൂ മിക്കിയെപ്പോലെ കാണാൻ തന്റെ അപ്പിയറൻസ് മാറ്റാൻ തുടങ്ങുന്നു. ഡൂവിന്റെ കോൺസ്റ്റന്റ് പ്രസൻസ് ജേക്കിനെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഒരു ദിവസം ഡൂവും ജേക്കും തമ്മിൽ വലിയ ആർഗ്യുമെന്റ് ഉണ്ടാകുന്നു. ഡൂ അവനെ മിക്കിയുടെ പണം തിന്ന് ജീവിക്കുന്നവൻ എന്ന് ഇൻസൾട്ട് ചെയ്യുന്നു. ജേക്ക് ദേഷ്യത്തോടെ മിക്കിയോട് പറയുന്നു, ഡൂയെ ഇനി കൂട്ടരുത് എന്ന് പറഞ്ഞു പോകുന്നു. മിക്കി വളരെ അപ്സെറ്റ് ആകുന്നു. അത് കണ്ട് ഡൂക്കും സങ്കടമാകുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഡൂ മിക്കിയോട് നേരിട്ട് പറയുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ മിക്കിക്ക് ദേഷ്യം വരുന്നു. അവൾ എഗ്രസീവ്ലി ഡൂയോട് ഇതാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് എന്നെ തനിച്ചാക്കൂ എന്നുച്ചത്തിൽ പറഞ്ഞുവിടുന്നു. അപ്സെറ്റായ ഡൂ എലിനോറയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്നു. മിക്കി രാത്രി മുഴുവൻ പാർട്ടി ചെയ്യുന്നു, അവളെക്കുറിച്ച് വലിയ സങ്കടമുണ്ട് എന്ന് പറഞ്ഞ്. പ്രസന്റിലേക്ക് വരുമ്പോൾ മിക്കി ജൂലിയയുടെ അടുത്തേക്ക് തിരിച്ചുപോകുന്നു. മിക്കി ജൂലിയയോട് ചോദിക്കുന്നു, ഡയറി എൻട്രീസ് കഴിഞ്ഞ ശേഷം എന്തു നടന്നു? ജൂലിയ ഒടുക്കം സത്യം പറയാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് അവളെ ഡൂ എന്ന് വിളിച്ചത് എന്നതിന്റെ കാരണം. ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ജൂലിയ ലണ്ടനിൽ വരുന്നു, ഒരു സാഡ് വാർത്തയുമായി. എലിനോറിന്റെ ഹെൽത്ത് വളരെ മോശമായി. ഡോക്ടർ പറഞ്ഞു കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ എന്ന്. എലിനോർ രണ്ടുപേരെയും ഫ്രാൻസിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ മിക്കി റെഫ്യൂസ് ചെയ്യുന്നു. എനിക്ക് ആ ഓണ്ടുമായി നല്ല റിലേഷൻഷിപ്പ് ഇല്ല, എനിക്ക് കെയർ ഇല്ല. ജൂലിയ ദേഷ്യത്തോടെ മിക്കിയെ സ്ലാപ്പ് ചെയ്യുന്നു. ആ നിമിഷം മിക്കി ആക്സിഡന്റലി ഡൂവിനെ ഹിറ്റ് ചെയ്യുന്നു. ഡൂ വളരെ ഹേർട്ട് ആകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് ജൂലിയ രഹസ്യമായി ഡൂവിനെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ജൂലിയയ്ക്ക് മിക്കിയോടൊട്ടും മതിപ്പില്ല എന്ന് ക്ലിയർലി അറിയാം. ജൂലിയ ഡൂവിനോട് വോൺ ചെയ്യുന്നു, ആ ട്രബിൾസം പെൺകുട്ടിയിൽ നിന്ന് അകന്നു നിൽക്ക്. ഡൂ എലിനോറിക്ക് അയച്ച ലെറ്റേഴ്സ് തനിക്ക് വായിക്കാൻ കിട്ടിയെന്നും ജൂലിയ പറയുന്നു. പിന്നെ ജൂലിയ ഒരു ഷോക്കിംഗ് കാര്യം റിവീൽ ചെയ്യുന്നു. ഞാൻ 18 വയസ്സുള്ളപ്പോൾ എലിനോർ എന്നിൽ എന്തോ കണ്ടു. എല്ലാം എനിക്ക് തരാൻ തയ്യാറായി. പക്ഷെ മിക്കി വന്ന് എന്റെ പ്ലാൻസ് എല്ലാം തകർത്തു. ജൂലിയ ഡൂവിനോട് അഷ്വർ ചെയ്യുന്നു, നീ ഇതിലും നല്ല ജീവിതം ഡിസേർവ് ചെയ്യുന്നു. മിക്കിയെ ഫ്രാൻസിന് കൺവിൻസ് ചെയ്യൂ. ഡൂ ഹെസിറ്റേറ്റ് ചെയ്യുന്നു. പക്ഷെ ജൂലിയ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. കുറച്ചു ദിവസം കഴിഞ്ഞ് മിക്കി സ്വയം മൈൻഡ് ചേഞ്ച് ചെയ്യുന്നു. ഡൂവിനോടൊപ്പം ഫ്രാൻസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. വഴിയിൽ മിക്കി എലിനോറിനെക്കുറിച്ച് പറയുന്നു. കുട്ടിക്കാലത്ത് ആ ഓണ്ട് എന്നെ അവഗണന ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ എന്നെ വളർത്തിയത് ജൂലിയയായിരുന്നു. ഫ്രാൻസിൽ ഹോസ്പിറ്റലിലെത്തുമ്പോൾ എലിനോർ വളരെ ബാഡ് കണ്ടീഷനിലാണ്. സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. പിന്നെ രണ്ടുപേരും ആ പഴയ വില്ലയിലേക്ക് പോകുന്നു. കുട്ടിക്കാലത്ത് ഹോളിഡേയ്സ് ചിലവഴിച്ചിരുന്ന ആ സ്ഥലം.
രണ്ടുപേരും വില്ലയിലുള്ള ദിവസങ്ങൾ എൻജോയ് ചെയ്യുന്നു. സൈക്ലിംഗ്, ബീച്ചിൽ സ്വിമ്മിംഗ്, പാർട്ടിയിങ്. ഒരു ദിവസം മിക്കി ഡോക്ക് കടലിൽ നീന്തൽ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഒരു മിസ്റ്റീരിയസ് മാൻ അവരെ നോക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഡോ ഒരു കെഫേയിൽ നിന്ന് ജൂലിയയെ വിളിക്കുന്നു. ജൂലിയ ചോദിക്കുന്നു, നിനക്ക് ശരിക്കും എന്താണ് വേണ്ടത്? ഡോ പറയുന്നു, എനിക്ക് മിക്കിയെ വേണം. പക്ഷെ ജൂലിയ പറയുന്നു, ആ പെൺകുട്ടി നിന്റെ ജീവിതം ഒരിക്കൽ നശിപ്പിച്ചതാണ്. പിന്നെ ജൂലിയ ഒരു ഷോക്കിംഗ് ട്രൂത്ത് റിവീൽ ചെയ്യുന്നു. ആ ദിവസം പൂളിൽ ഡോ മുങ്ങാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഓടിപ്പോയി കണ്ട ആ ഷോക്കിംഗ് സംഭവം എലിനോറും ഡോയുടെ അച്ഛനും തമ്മിൽ എഫെയർ. മിക്കിയാണ് ആ കാര്യം ഡോയുടെ അമ്മയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഡോയുടെ അമ്മ മകളെ കൂട്ടി ദൂരെ മാറിയത്. അതിന്റെ ഷീമിൽ ഡോയുടെ അച്ഛൻ സൂയിസൈഡ് ചെയ്തു. ഇത് കേട്ട് ഡോ ആകെ ഞെട്ടിപ്പോകുന്നു. ജൂലിയ ഫൈനൽ ബ്ലോ അടിക്കുന്നു. മിക്കി നിന്നെ ഒരിക്കലും ലവ് ചെയ്യില്ല. ഡോയുടെ മനസ്സിൽ മിക്കിയോടുള്ള വികാരം പതുക്കെ ഹേറ്റ്രഡായി മാറുന്നു. ആ ദിവസങ്ങളിൽ ഡോയെ അച്ഛന്റെ ഡെത്ത് ഹോണ്ട് ചെയ്യുന്നു. മിക്കിയോടുള്ള ഡിസ്പൈസ് കൂടുതൽ കൂടിവരുന്നു. ഒരു ദിവസം ജൂലിയ വന്ന് ഒരു സാഡ് ന്യൂസ് അറിയിക്കുന്നു. എലിനോർ രാത്രി മരിച്ചു. മിക്കി ഡെവസ്റ്റേറ്റഡ് ആകുന്നു. ജൂലിയ അവിടെ കാം ചെയ്യുന്നു. പിന്നെ ജൂലിയ ഡോയുടെ അടുത്തു വരുന്നു. ഡോ ഇപ്പോൾ റെഡിയാണെന്നും എന്തു ചെയ്യണമെന്ന് ജൂലിയയോട് ചോദിക്കുന്നു. ജൂലിയ പ്ലാൻ പറയുന്നു. ജൂലൈ 4 ഡോയുടെ ബർത്ത്ഡേ. ആ രാത്രി ഔട്ട്സൈഡിൽ സെലിബ്രേഷനുണ്ടാകും. രാത്രി 1 മണിക്ക് ഡോ ഗ്യാസ് പൈപ്പ് ഡിസ്കണക്ട് ചെയ്യണം, വീടിന് തീ വെക്കണം. എല്ലാരും കരുതും ബോയിലർ മാൽഫംഗ്ഷനാണ് കാരണമെന്ന്. പ്ലാൻ സക്സീഡായ ശേഷം ജൂലിയ ഡോയെ സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുപോകും. അവളുടെ മുഖം മിക്കിയുടെ മുഖം പോലെ സർജറി ചെയ്ത് മാറ്റും. ഡോ മിക്കിയായി മാറും. എലിനോറിന്റെ സകല സ്വത്തും അവർക്ക് കിട്ടും. ഡോയുടെ ബർത്ത്ഡേ ദിവസം വരുന്നു. പുതിയ കൂട്ടുകാരോടൊപ്പം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. പാർട്ടിയിൽ ഡോ ഡെലിബറേറ്റായി മിക്കിയെ കൊണ്ട് കൂടുതൽ കുടിപ്പിക്കുന്നു. ഒരു ഡ്രഗ് കൂടി കൊടുക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മിക്കി ആകെ ഇൻടോക്സിക്കേറ്റഡാണ്. ഡോ അവളുടെ ക്ലോത്ത്സ് മാറ്റി ബെഡിൽ കിടത്തുന്നു. പിന്നെ ഡോ താഴേക്ക് പോയി ബാത്റൂമിൽ ഗ്യാസ് പൈപ്പ് ഡിസ്കണക്ട് ചെയ്യുന്നു. ഡോർ അടച്ചിടുന്നു. ഗ്യാസ് റൂമിൽ നിറയട്ടെ എന്ന് കരുതി. മിക്കിയുടെ റൂമിൽ കാൻഡിൽസ് കത്തിച്ചുവെക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ബാത്റൂം ഡോർ തുറക്കുന്നു. വീട് പൂർണ്ണമായും എക്സ്പ്ലോഡാവുന്നു. ഡോയ്ക്കും തീ പിടിക്കുന്നു. അവൾ ജനാലയിലൂടെ ചാടുന്നു. ജൂലിയ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഫോളിൽ ഡോയുടെ മുഖം ആകെ അൺറെക്കഗ്നൈസബിൾ ആവുന്നു. മെമ്മറി മുഴുവൻ പോകുന്നു. പ്രസന്റിൽ ജൂലിയ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്ലാൻ പെർഫെക്റ്റായി നടന്നു എന്ന് പറയുന്നു. ഇപ്പോൾ മിക്കിയായി ജീവിക്കുന്ന ഡോ ആകെ ഫ്രീക്കൌട്ട് ആവുന്നു. പോലീസിനെ വിളിക്കാൻ നോക്കുമ്പോൾ ജൂലിയ തടയുന്നു. നീ ഇനി മിക്കിയാണ്. ലോയർ ഇത് വിശ്വസിച്ചാൽ 21ാം ബർത്ത്ഡേയിൽ എലിനോറിന്റെ സകല സ്വത്തും നിനക്ക് കിട്ടും എന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും സദേൺ ഫ്രാൻസിലേക്ക് പോകുന്നു. ഡോ ആ പഴയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു. കുട്ടിക്കാലത്തെ ഫോട്ടോസ് കാണുന്നു. മെമ്മറീസ് പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങുന്നു. ആ രാത്രി പഴയ ഒരു കാർ കാണുന്നു. കുട്ടിക്കാലത്ത് ഒരുമിച്ച് റൈഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ആ മിസ്റ്റീരിയസ് മാൻ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ പേര് സർജ് ആണ്. അവൻ ആ കാർ നോക്കി ഇത് ഈസിലി 1,00,000 യൂറോ വിലമതിക്കും എന്ന് പറയുന്നു. സർജ് അവളോട് പറയുന്നു, നിന്നോടൊരു കഥ പറയാനുണ്ട്, ഒന്ന് റൈഡിന് വരൂ. അവൾ കൺഫ്യൂസ്ഡ് ആകുന്നു. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. സർജ് ബീച്ചിൽ മിക്കിയെ അപ്രോച്ച് ചെയ്യുന്നു. നിന്റെ ഫ്രണ്ട് കഫേയിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ഫോൺ കോൾ ചെയ്തത് ഞാൻ കേട്ടു എന്ന് പറയുന്നു. സർജ് ആ കഫേയിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ്. ഡൂ അവിടെ നിന്നാണ് ജൂലിയയെ വിളിക്കാറുണ്ടായിരുന്നത്. ഒരു ദിവസം ക്യൂരിയോസിറ്റി കൊണ്ട് സർജ് മറ്റൊരു ലാൻഡ് ലൈനിൽ നിന്ന് ആ കോൺവെർസേഷൻ കേട്ടു. അവരുടെ സിനിസ്റ്റർ പ്ലാൻ മുഴുവൻ മനസ്സിലാക്കി. മിക്കിയോട് ഇത് പറയണമെങ്കിൽ 1000 യൂറോസ് ആവശ്യപ്പെട്ടു. മിക്കി അഗ്രി ചെയ്തു. ഇനി മിക്കി പ്ലാൻ അറിഞ്ഞ ശേഷം ഡൂയെയും ജൂലിയെയും ശ്രദ്ധിക്കാൻ തുടങ്ങി. ബർത്ത്ഡേ പാർട്ടിയിൽ ആൽക്കഹോൾ കുടിക്കുന്നതുപോലെ ഡ്രഗ്സ് എടുക്കുന്നതുപോലെ അവൾ ആക്ട് ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ അവൾ പൂർണ്ണമായും സോബറായിരുന്നു. പ്രസന്റിൽ ഇത് കേട്ട ആ പെൺകുട്ടി ഷോക്ഡ് ആകുന്നു. പക്ഷെ ഇപ്പോഴും കൺഫ്യൂസ്ഡ്, താൻ മിക്കിയാണോ ഡൂ ആണോ എന്ന്. സർജ് ഇപ്പോൾ 1,00,000 യൂറോസ് ആവശ്യപ്പെടുന്നു. തരുന്നില്ലെങ്കിൽ എല്ലാം എക്സ്പോസ് ചെയ്യും എന്ന് ത്രെട്ടൻ ചെയ്യുന്നു. അവൾ അഗ്രി ചെയ്യുന്നു. വീട്ടിൽ തിരിച്ചെത്തി ജൂലിയയോട് പറയുന്നു. കഫേയിൽ ജോലി ചെയ്യുന്ന ആൾ നമ്മുടെ കോൺവെർസേഷൻസ് കേട്ടു എന്ന് പറയുന്നു. പക്ഷേ ജൂലിയ പറയുന്നു, ഡൂവയോടൊപ്പം മിക്കിയെ കൊല്ലുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. പിന്നെ അവർ പറയുന്നു, നാളെ മിക്കിയുടെ 21ാം ബർത്ത്ഡേ, ലണ്ടനിൽ ലോയറിനെ കാണും, എല്ലാ പ്രോപ്പർട്ടിയും കിട്ടും. പിറ്റേന്ന് ജൂലിയ ലോയർ ജെയിംസിനെ കാണാൻ പോകുന്നു. അതേസമയം ആ പെൺകുട്ടി ലണ്ടനിലേക്ക് പോകാൻ പ്രിപ്പയർ ചെയ്യുന്നു. അവളുടെ കയ്യിൽ ഒരു സീക്രട്ട് വെപ്പണുണ്ട്. ജൂലിയ മിക്കിയെ കിൽ ചെയ്യാൻ പ്ലോട്ട് ചെയ്തതിന്റെ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതേസമയം ലോയർ ജെയിംസ് ജൂലിയയോടൊപ്പം എലിനോറിന്റെ വിൽ വായിക്കുന്നു. വില്ലൽ കണ്ടതും ജൂലിയായും ജെയിംസും ഒരുപോലെ ഷോക്ഡാക്കുന്നു. അതേസമയം മിക്കി കാഫേയിൽ പോയി സർജിനെ കണ്ട് ഡ്രൈവിന് കൂട്ടിക്കൊണ്ടുപോകുന്നു.
ലണ്ടനിലെത്തിയ ശേഷം അവൾ സർജിന് കാറിന്റെ കീ കൊടുക്കുന്നു. വായടച്ചിരുന്നാൽ കാറ് നിന്റേത് എന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുന്നു. പിന്നെ മിക്കി ജൂലിയയുടെ വീട്ടിലേക്ക് പോയി അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവിടെ ആരെയും കാണാനില്ല. സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ജൂലിയയെ കണ്ടെത്തുന്നു. അവൾ വളരെ സങ്കടത്തിലാണ്. ജൂലിയ ഒരു ബോംബെൽ ഡ്രോപ്പ് ചെയ്യുന്നു. എലിനോർ തന്റെ സ്വത്ത് മുഴുവൻ മിക്കിക്കല്ല, ഡോയ്ക്ക് വിട്ടുകൊടുത്തു. അവരുടെ പ്ലാൻ മുഴുവൻ വെള്ളത്തിൽ വരച്ചതുപോലെയായി. കാരണം എലിനോറിന് ഗിൽറ്റ് ഉണ്ടായിരുന്നു. ഡോയുടെ അച്ഛനുമായുള്ള അഫയർ ഡോയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് തോന്നിയതിനാൽ എല്ലാം ഡോയ്ക്ക് വിട്ടുകൊടുത്തു. ഇത് കേട്ട് മിക്കി പറയുന്നു, മിക്കിക്കെല്ലാം അറിയാമായിരുന്നു. പക്ഷെ ജൂലിയ പറയുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ അവൾ എന്തോ ചെയ്യുമായിരുന്നു. ഇത് പറയുന്നതിനിടയിൽ ജൂലിയ സഡൻലി റിയലൈസ് ചെയ്യുന്നു, തന്റെ മുന്നിൽ നിൽക്കുന്നത് ഡോവല്ല, യഥാർത്ഥ മിക്കിയാണ്. മിക്കി റിവീൽ ചെയ്യുന്നു, ജൂലിയയുടെ കൺഫെഷൻ താൻ റെക്കോർഡ് ചെയ്തിരുന്നു, ലോയർക്ക് അയച്ചും കഴിഞ്ഞു. ജൂലിയ ആകെ എൻറേജ്ഡായി മിക്കിയെ പൂളിലേക്ക് തള്ളിയിട്ട് കഴുത്ത് ഞെരുക്കാൻ തുടങ്ങുന്നു. വെള്ളത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നതിനിടയിൽ മിക്കിക്ക് 2 ഫ്ലാഷ്ബാക്ക് വരുന്നു. ആദ്യം കുട്ടിക്കാലത്ത് പൂളിൽ ഡോ മുങ്ങിയ ആ ദിവസം, പിന്നെ ഫയറിന്റെ ആ രാത്രി. തീ വെക്കുന്നതിന് തൊട്ടുമുമ്പ് ഡോ മിക്കിയെ കണ്ടിരുന്നു. ഡോയ്ക്ക് ലാസ്റ്റ് മൊമെന്റിൽ കുറ്റബോധം തോന്നി മിക്കിയോട് സോറി പറഞ്ഞു. മിക്കി നമുക്കൊരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഡോ പറഞ്ഞു, വൈകിപ്പോയി, നീ ഓടി രക്ഷപ്പെടൂ. മിക്കി ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടു. പ്രസന്റിൽ മിക്കി അപ്പർ ഹാൻഡ് നേടി ജൂലിയയുടെ തല വാളിലിടിക്കുന്നു. ജൂലിയ മരിക്കുന്നു. മിക്കി കരഞ്ഞുകൊണ്ട് ബീച്ചിലേക്ക് നടക്കുന്നു. രാത്രി മുഴുവൻ കടലിൽ നീന്തുന്നു. ഇതാണ് ഫൈനൽ പ്രൂഫ്. ഡോയ്ക്ക് നീന്തലറിയില്ലായിരുന്നു. ഈ ആൾ യഥാർത്ഥ മിക്കി തന്നെ. പിറ്റേന്ന് രാവിലെ മിക്കി ബീച്ചിലുണർന്ന് എഴുന്നേറ്റ് നടക്കുന്നു. പഴയതെല്ലാം പിന്നിലുപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് മൂവീസായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.